നല്ല രീതിയിൽ സ്വീകരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ. അള്ളാഹ് ചെയ്തു പോയ തെറ്റുകളൊക്കെ പടച്ച റബ്ബിനോട് എന്ത് ചെയ്യുക? നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ഞാൻ കുറേ തെറ്റ് ചെയ്തുകണല്ലോ, ഇനി എങ്ങനെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കുക? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആ ചിന്തയെ നിങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പടച്ച റബ്ബിലേക്ക് തിരിയുക. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ? ഒരു അടിമ, തെറ്റ് ചെയ്ത അടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനെ വിളിച്ചാൽ 3 തവണ അള്ളാഹു വിളി കേൾക്കുന്നു. 3 തവണ അള്ളാഹു വിളി കേൾക്കുമെന്നാണ്. ഏതൊരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് അവൻ റബ്ബിൽ തവക്കുലാക്കിയിട്ട് ദുആ ചെയ്യാൻ അള്ളാഹിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര തവണ കേൾക്കും? 3 തവണ അള്ളാഹു വിളി കേൾക്കും. മാത്രമല്ല, മറ്റ് എന്ത് ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോഴും ഒറ്റ തവണയാണ് അള്ളാഹു എന്ത് ചെയ്യുക? വിളി കേൾക്കുക. അവിടെയും പാപിക്ക് പാപം വിട്ടൊഴിഞ്ഞ് നന്മയുടെ വഴിയിലേക്ക് കടന്നു വരാനുള്ള അവസരം ആര് കൊടുക്കുന്നുണ്ട്? അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിൻ്റെയും ഈ മജ്ലിസിൻ്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ജീവിച്ച് പടച്ച റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനും അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ. അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.